ഉച്ചക്ക് ഞാൻ പറ്റിയ പുതിയൊരു സാധനം ഉണ്ടെന്ന് കൂടെ ഇങ്ങനെ കാണിക്കണം. ഹലോ ഫ്രണ്ട്സ്. സോ നമ്മ ഇന്നുള്ളത് ഇന്ദിര ക്യാൻറ്റീനിലാണ്. ഒരു 50 രൂപ ഉണ്ടാവും ഒരാൾക്ക് 3 നേരം ഫുഡ് അടിക്കാം. സൂപ്പർ ലാവിഷ് ആയിട്ട് കഴിക്കാം. സോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇവിടെ നമുക്ക് നല്ല ടേസ്റ്റി ഫുഡാണ് നമുക്ക് കിട്ടിയത്. നമുക്കിപ്പോ ലഞ്ച്, ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നർ ഇതെല്ലാം ഓർഡറിൽ പറയണം. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ അങ്ങനെ പറയണം. സോ ആദ്യം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കഴിക്കാൻ വന്നേക്കണത്. അപ്പൊ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന്റെ വിശേഷം കാണാം. ഇവിടെ ഒരാൾ കഴിച്ചെന്താന്നറിയോ? വട വിത്ത് ബൂസ്റ്റ്. ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു ഇതാണ്. പിന്നെ എന്തൊക്കെയാ കഴിക്കാൻ പറഞ്ഞാൽ വട വിത്ത് പാല്, വട വിത്ത് കാപ്പി, വട മാത്രല്ല മുറുക്ക്, ചപ്പാത്തി എല്ലാം കേട്ടല്ല. പുതിയൊരു ടൈപ്പ് ഐറ്റം ആണ്. ഇതാണ് സത്യ, ഞങ്ങളുടെ പുതിയ ഒരു ഫ്രണ്ട് ആയിട്ട് വരും. ആയിട്ട് വരുന്ന ഫ്രണ്ട് എന്ന് പറഞ്ഞപ്പോ ഈ ഫ്രണ്ട് ആയിട്ട് വരുന്നത് എന്താണ്? അല്ല, ഇനിയിപ്പോ ഫ്രണ്ട് ആണോ ബാക്ക് ആണോ എന്നൊന്നും അറിയില്ലല്ലോ. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഫുഡ്? ഫുഡ് അടിപൊളിയല്ലേ? തിരക്ക് മാത്രം സഹിക്കാൻ വയ്യ. കുറെ നേരം ക്യൂ നിൽക്കേണ്ടി വരും. ആൾക്കാര് സെർവ് ചെയ്യുന്ന ആൾക്കാർ കുറവാണ്, അതാണ് പ്രശ്നം. സറൗണ്ടിങ്സ് ഒക്കെ കാണിച്ചു കൊടുക്കൂ എവിടെയാണെന്നുള്ളത്. സോ ഇത് വരുന്നത് നമ്മുടെ കോർപ്പറേഷൻ, കൊച്ചിൻ കോർപ്പറേഷൻ സോണൽ ഓഫീസ് എടപ്പള്ളിയാണ്. സോ അതിൽ തന്നെയാണ് നമ്മളുടെ ക്യാൻറ്റീൻ വരുന്നത്. സോ ഇതാണ് ഇന്ദിര ക്യാൻറ്റീനിലെ ഫ്രണ്ട് ഭാഗം. ഫ്രണ്ടില് നല്ല ആംബിയൻസ് എന്ന് വെച്ചാൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നല്ല അടിപൊളിയായിട്ട് അവർ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. ഇത് ക്യൂ നിൽക്കുവാണ്ട്. ഇവിടെയാണ് കൗണ്ടർ വരുന്നത്. ആദ്യം ബില്ലിംഗ് ചെയ്തിട്ട് വേണം ടിക്കറ്റ് അല്ല, ടോക്കൺ എടുത്തിട്ട് വേണം നമുക്ക് ഉള്ളിലേക്ക് പോകാനായിട്ട്. അതൊരു നീണ്ടൊരു ക്യൂ തന്നെയാണ്. അത് ഫുഡ് മേടിക്കാനുള്ള. അതെ, പുറത്തെ ടോക്കനേക്കാളും വലിയ ക്യൂ ആണ് ഫുഡ് കളക്ട് ചെയ്യാൻ വേണ്ടി. അവിടെ 2 ക്യൂ ആണ്. ഒന്ന് ചായക്കുള്ള ക്യൂവും ഒന്ന് ഫുഡിനുള്ള ക്യൂവും. ഇവിടെ ഇരിക്കാൻ പോലും ഒരു സ്ഥലമില്ല കേട്ടോ, കാരണം അത്രയും ക്രൗഡ് ആയിരുന്നു വരുന്നത്. ഞങ്ങൾ അതുകൊണ്ട് മാക്സിമം ലേറ്റ് ആയിട്ടാണ് പോയത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതെ, നേരത്തെ പോയില്ല, അതുകൊണ്ട് നമുക്ക് കുറച്ച് ലേറ്റ് ആയി പോയി. പക്ഷെ എന്നിട്ട് ക്രൗഡ് ആയിരുന്നു. നമ്മളിപ്പോ ക്യൂ ആണ് നിൽപ്പുണ്ട്. അപ്പൊ എനിക്കിപ്പോ ടോക്കൺ എന്റെ ആയിട്ട് നമ്മൾ ഫുഡ് കളക്ട് ചെയ്യാൻ വേണ്ടി വന്നേക്കണെയാണ്. നമ്മള് അടിപൊളി ഇഡ്ഡലിയാണ് ഇപ്പൊ കഴിക്കാൻ വന്നത്, കാരണം വേറെ ഒന്നും ഇല്ല, എല്ലാം തീർന്നായിരുന്നു ഓൾമോസ്റ്റ്. അപ്പോൾ നമുക്ക് ഇഡ്ഡലിയും സാമ്പാറും പിന്നെ ടൊമാറ്റോ ചട്നിയാണ് നമുക്ക് ഇവര് തരുന്നത്. പിന്നെ അതിന്റെ കൂടെ നമ്മള് ഫ്രണ്ടും കൂടെ ഉള്ളതുകൊണ്ട് വട മേടിച്ചിരുന്നു. നല്ല ഹൈജീനിക് ആയിട്ടുള്ള ഇതാണ് കേട്ടോ, നല്ല നീറ്റാണ് അവര് തരുന്നത്. അപ്പോ എല്ലാം അവര് ചെക്ക് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ. നല്ല ക്വാളിറ്റിയിലൊന്നും പറയാനില്ല കേട്ടോ. ഞാൻ ഇപ്പൊ ചായ കളക്ട് ചെയ്യാൻ വേണ്ടി വേറൊരു ക്യൂ നിന്ന് ചായ ബൂസ്റ്റൊക്കെ കളക്ട് ചെയ്യുന്ന അവിടെ നിന്നാണ്. അതെ, അപ്പൊ ഇതാണ് നമ്മൾ നിൽക്കാൻ വേണ്ടി ഇരിക്കാൻ സ്ഥലമില്ല, അതാണ് നിൽക്കാനായിട്ടാണ് നിന്നത്. സോ ഇതാണ് നമ്മളുടെ ഫുഡ്. നല്ല സോഫ്റ്റ് ഇഡ്ഡലി ആയിരുന്നു, നല്ല വട ഉണ്ടായിരുന്നു, പിന്നെ ബൂസ്റ്റ് ഉണ്ടായിരുന്നു, പിന്നെ ചായ ഉണ്ടായിരുന്നു. ഇതിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 10 രൂപയുള്ളൂ. 10 രൂപയ്ക്ക് 3 ഇഡ്ഡലിയും സാമ്പാറും ചട്നിയും ആണ് തരുന്നത്. ചായക്കും ഇതിനൊക്കെ നോർമലുകൾ 20 റുപ്പീസ്, 10 റുപ്പീസ്, 10 റുപ്പീസ് ചായയും 20 റുപ്പീസ് ബൂസ്റ്റ്. അങ്ങനെയാണ് നമ്മൾ അവിടെ റേറ്റ് വരുന്നത്. ആക്ച്വലി നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ വന്നിട്ട് നമുക്ക് എന്താ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സോഷ്യൽ ആകാൻ വേണ്ടി സാധിച്ചു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ ആൾക്കാർ നമുക്ക് കണ്ടുമുട്ടി നമുക്ക് പരിചയപ്പെടാൻ വേണ്ടി, അവരോട് സംസാരിക്കാനൊക്കെ നമുക്ക് പറ്റി. സോ നമ്മുടെ ഫുഡ് കഴിച്ചെല്ലാം നമ്മൾ ഇവിടെ ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്തിട്ട് നമുക്ക് കൊടുക്കാം. ഗ്ലാസ് ഒക്കെ നമ്മൾ വാഷ് ചെയ്ത് വേസ്റ്റ് എല്ലാം കളഞ്ഞ് ട്രെയിൽ വെക്കാം. സോ നമ്മളിപ്പോ ഉച്ചക്കത്തെ കഞ്ഞിയാണ് നമ്മളിപ്പോ ട്രൈ ചെയ്യാൻ വേണ്ടി വന്നേക്കുന്നത്. കഞ്ഞിയിൽ നമ്മൾ 2 കഞ്ഞികളാണ് വാങ്ങിച്ചത്. സ്പെഷ്യൽ കഞ്ഞിയുണ്ട്, നോർമൽ കഞ്ഞിയുണ്ട്. ഇത് നോർമൽ കഞ്ഞി. സ്പെഷ്യൽ കഞ്ഞിയാണ് ഇപ്പൊ കാണിക്കുന്നത്. സ്പെഷ്യൽ കഞ്ഞിയുടെ അകത്ത് തൈര്, കപ്പ, പിന്നെ ബീട്രൂട്ടിന്റെ എന്തോ ഇതുണ്ട്. പിന്നെ പ്ലേറ്റിൽ വന്നിട്ട് അവിയലുണ്ടായിരുന്നു, ചമ്മന്തിപ്പൊടി ഉണ്ടായിരുന്നു, അത് ചെമ്മീൻ ചമ്മന്തിപ്പൊടി ആയിരുന്നു കേട്ടോ, അതുണ്ടായിരുന്നു. പിന്നെ അച്ചാറുണ്ട്, പിന്നെ എന്തോ ഒരു കറിയും കൂടി ഉണ്ടായിരുന്നു, പിന്നെ കൊണ്ടാട്ടം ഉണ്ടായിരുന്നു. സോ ഇതൊക്കെയാണ് സ്പെഷ്യൽ കഞ്ഞിയിലേ വരുന്നത്. സ്പെഷ്യൽ കഞ്ഞിക്ക് 80 രൂപയും നോർമൽ കഞ്ഞിക്ക് 30 രൂപയാണ് കേട്ടോ. അതിന് നോർമലായിട്ട് ഒരു അച്ചാറും
ഒരു ഒരു കൂട്ടുകറിയുണ്ട്, അത് ദിവസേന മാറിക്കൊണ്ടിരിക്കും. പിന്നെ ഒരു ഉണക്കമുളക് ഉണക്കമുളകല്ല, കൊണ്ടാട്ടം. കൊണ്ടാട്ടം. പിന്നെ നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ഒരു ചിക്കൻ കൊണ്ടാട്ടം കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോ ഇവിടുത്തെ അച്ചാർ നല്ലൊരു ടേസ്റ്റ് അച്ചാറുണ്ട്. നോർമൽ കഞ്ഞിക്ക് കിട്ടുന്ന മാങ്ങ അച്ചാറ്, സ്പെഷ്യൽ കഞ്ഞിക്ക് നാരങ്ങ പോയിട്ട് നെല്ലിക്ക അച്ചാറാണ് എനിക്ക് കിട്ടിയത്. പിന്നെ ചിക്കൻ കൊണ്ടാട്ടം നല്ലൊരു സോഫ്റ്റ് ആയിരുന്നു, സ്പൈസി അല്ല, ഏകദേശം ഫ്രൈഡും അല്ല, നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു കൊണ്ടാട്ടമായിരുന്നു. അതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇതാണ് നമുക്ക് അത് കിട്ടിയത്. അങ്ങനെ ലാസ്റ്റ് ഞങ്ങളുടെ കഞ്ഞികൂടി ഏകദേശം തീരാറായി. എന്റെ ഏകദേശം തീർന്നു. പിന്നെ ആസ് യൂഷ്വൽ, അതെ ആസ് യൂഷ്വൽ മുഴുട്ടന്റെ കഞ്ഞി അവിടെ തന്നെ ഇരിപ്പുണ്ട്. ആൾക്ക് മതിയായി തുടങ്ങി. എന്നാലും നമ്മൾ കഴിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടാ പോയത്. എന്നാലും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് നമ്മളിത് അവസാനിച്ചത് കേട്ടോ. അപ്പോ ഇതാണ് വരുന്നത് അവിയലും ബാക്കി കൂട്ടുകറികളൊക്കെ. പോയ സമയത്ത് ഞങ്ങൾക്ക് പൊതിച്ചോറ് കിട്ടാഞ്ഞോണ്ടാണ് കഞ്ഞിയിലേക്ക് പോയത്. സോ ഇത് നമ്മൾ കണ്ട് നമ്മൾ ഒന്നും കൂടെ ലഞ്ച് കഴിക്കാൻ വേണ്ടി വന്നു. കാരണം പൊതിച്ചോറ് എന്താണെന്ന് നമ്മൾ അറിയണോ, അതുകൊണ്ട് നമ്മൾ നേരത്തെ വന്നായിരുന്നേ. നമുക്ക് ഇവര് എല്ലാം അറേഞ്ച് ചെയ്യണ മുമ്പ് തന്നെ നമ്മൾ വന്നായിരുന്നു. അതെ, ഒരു 11:30 കഴിഞ്ഞപ്പോ തന്നെ എത്തി എന്ന് പറയാം. അതെ, അപ്പോഴത്തേക്കും ഇവരുടെ ഫുഡെല്ലാം അവര് വേറെ സ്ഥലത്താണ് പ്രിപ്പയർ ചെയ്യണത്. അപ്പൊ അവിടെ നിന്ന് കൊണ്ടുവന്ന് എല്ലാം ട്രക്കിൽ നിന്ന് ഇറക്കി എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവർ അന്നുള്ളതെല്ലാം ബോർഡിലിടും എന്തൊക്കെയാണ് സ്പെഷ്യൽ ഉള്ളതെന്നൊക്കെ. സോ ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ വേണ്ടി വന്നത് പൊതിച്ചോറ്, ബിരിയാണി, പിന്നെ കഞ്ഞി. ഇതാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത് കേട്ടോ. ഇതിന്റെ എല്ലാ സാധനവും ഇവരെല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് ഒരു ബുഫേ മോഡിൽ തന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവരുടെ പാക്കിങ് ഇതാണ് ബിരിയാണിയുടെ. അതെ, ബിരിയാണിയുടെ പാക്കിംഗ് ഉണ്ടോ, ഇത് നല്ല അടിപൊളി സ്റ്റിക്കറൊക്കെ മുകളിൽ ചെയ്തിട്ടാണ് തന്നേക്കുന്നത്. ഇത് നല്ലൊരു പാക്കിംഗ് ആണ് വന്നേക്കുന്നത്. നമുക്ക് യാത്ര ചെയ്യുമ്പോൾ കൊണ്ടുപോകാൻ പറ്റും. ആദ്യം ഒരു വൈറ്റ് പേപ്പറിൽ പാക്ക് ചെയ്ത് അതിന്റെ ഉള്ളിൽ ഒരു ഫോയിൽ പേപ്പറിന്റെ ഉള്ളിലാണ് ഒരു വാഴയില. നല്ല അടിപൊളി പാക്കിങ്ങിലാണ് ഇതിൽ വന്നേക്കുന്നത്. അത് കാരണം കുറച്ച് ബുദ്ധിമുട്ടാണ് ഇത് എല്ലാം മേശപ്പുറത്ത് വെക്കാനായിട്ട്. അതിനെ തുറന്നു വരുമ്പോഴത്തേക്ക് അടുത്ത ആളുടെ അടുത്തേക്കല്ലോ. അതെ, അപ്പൊ നമ്മള് കഞ്ഞിയുടെ കൂടെ ഒരു ചാളവറുത്തും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് പിന്നീട് കാണിച്ചു തരാം. ഇപ്പൊ ഇവരുടെ ബിരിയാണി എന്ന് പറയുമ്പോൾ നല്ലൊരു ക്വാണ്ടിറ്റിയിലാണ് ബിരിയാണി തന്നേക്കണത്. ബട്ട് എനിക്കത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറയാം. ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, ബിക്കോസ് എനിക്ക് എസെൻസിന്റെ കുറച്ച് ഫീല് വന്നു. അത് ബിരിയാണി എസെൻസ് ഇട്ടിട്ടുണ്ടെന്നാണ് എന്റെയും വിശ്വാസം. അപ്പൊ ടേസ്റ്റിൽ എനിക്ക് അതുണ്ടായിരുന്നു. ബട്ട് ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ അടിപൊളി ക്വാണ്ടിറ്റിയാണ്. കാരണം 3 പീസ് ചിക്കൻ ഉണ്ട്, ഒരു എഗ്, അതെ, ബോയിൽഡ് എഗ്ഗും ഉണ്ട്. ഇത് എനിക്ക് തോന്നുന്നു 100 രൂപക്ക് ഒരു സ്ഥലത്തും കിട്ടാനില്ല. 130 രൂപയാണ് ബിരിയാണിക്ക് വരുന്നത്. എന്നാലും 130 രൂപക്ക് 3 പീസ് ചിക്കനോടുകൂടി വേറെ സ്ഥലത്ത് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. മസാലയൊന്നുമില്ല, കഴിക്കുന്നവർക്ക് ഓക്കെയാണ്. അതുമല്ല സ്പൈസിയും അല്ല, നമുക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള മസാലയാണ് നമുക്ക് വരുന്നത്. സോ അതും നല്ലൊരു കോമ്പിനേഷനിൽ കിട്ടിയായിരുന്നു കേട്ടോ. അതിന്റെ കൂടെ സലാഡും ഉണ്ട്, പിന്നെ പിക്കിളും ഉണ്ടായിരുന്നു. അപ്പൊ സാധാരണ കഞ്ഞി നമ്മൾ നേരത്തെ കാണിച്ചല്ലേ കഞ്ഞി ഉണ്ടായിരുന്നു. ഇന്നത്തെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പയറ് തോരൻ ഉണ്ടായിരുന്നു. പിന്നെ ചാളവറുത്ത് എക്സ്ട്രാ വാങ്ങിച്ചതാണ്, പിന്നെ മാങ്ങാച്ചാറ്. ചാളക്ക് ഒരു 10 പീസ് ചാള ഏകദേശം 80 രൂപയാണ് അവര് ആക്കിയത്. പിന്നെ ഉള്ളത് ഞാൻ വാങ്ങിച്ചത് പൊതിച്ചോറാണ്. ഇതും ബിരിയാണി പൊതിഞ്ഞേക്കണ പോലെ തന്നെയാണ് പൊതിഞ്ഞേക്കണത്. വലിയൊരു വൈറ്റ് പേപ്പറിന്റെ അകത്ത് ഒരു ഫോയിൽ പേപ്പർ, അതിന്റെ ഉള്ളിൽ ഇല, അതിന്റെ അകത്താണ് ചോറ് വരുന്നത്. സോ പ്രത്യേക ടേസ്റ്റും വരും. അവര് നല്ലോണം ഹൈജീനിക് ആയിട്ട് തന്നെയാണ് പാക്ക് ചെയ്തേക്കണത്. ഒരു ലീക്കോ ഒന്നും നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കില്ല. കറികളും വരുന്നുണ്ട് എക്സ്ട്രാ, അത് വേറെ അതും ഫോയിലിന്റെ ഒരു പാക്കറ്റിലാണ്. ചാറും പിന്നെ ഒരു മീൻകറിയും തന്നേക്കുന്നത്. ചാറിന് പറയുമ്പോ സാമ്പാറും മോരും ആണ് വന്നേക്കണത്. സാമ്പാറും മോര്, മീൻകറി. സോ ഇതാണ് എന്റെ പൊതിച്ചോറ്. പൊതിച്ചോറിൽ നമുക്ക് കിട്ടുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അയില വറുത്തത് ഉണ്ടായിരുന്നു. ഇതാണ് മുട്ട ഉണ്ടായിരുന്നു. പിന്നെ ഒരു അയില വറുത്തത് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് കുറച്ച് അവിയൽ ഉണ്ടായിരുന്നു. പിന്നെ ചമ്മന്തിപ്പൊടി ഉണ്ടായിരുന്നു. പിന്നെ മാങ്ങാച്ചാർ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ ഒരു കൊണ്ടാട്ടം കൂടി അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. സോ ഇതാണ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ചാറും മീൻകറിയും. പക്ഷെ ഞാനത് തുറന്നില്ല, കാരണം എനിക്ക് ഇത് തന്നെ മതിയായിരുന്നു. അത് കാരണം ഞാൻ ആദ്യം അച്ചാറൊക്കെ ഇട്ട് ഒന്ന് ട്രൈ ചെയ്തു കേട്ടോ. നല്ലൊരു ടേസ്റ്റിയാണ് വന്നത്. പിന്നെ മീനിട്ടും ഞാൻ ട്രൈ ചെയ്യുകയാണ്. മീനും നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു പീസ് ഫിഷ് ഫ്രൈ ആണ്. അത് അയിലയാണ് കിട്ടിയത്. അതും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. മുട്ട വറുത്തത് ഒരു അത്രക്കും അതൊരു തണുത്ത് പോയതിന്റെ ഒരു ഇത് മാത്രമേ ഉള്ളൂ.
പിന്നെ ചമ്മന്തിപ്പൊടിയും കുഴപ്പമില്ല. പക്ഷെ ചെമ്മീൻ ചമ്മന്തിപ്പൊടി അല്ല ഈ പ്രാവശ്യം എനിക്ക് കിട്ടിയത്, നോർമൽ ചമ്മന്തിപ്പൊടിയാണ് വന്നേക്കുന്നത്. പിന്നെ ഇതിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 100 റുപ്പീസ് ആണ്. 100 റുപ്പീസിന് ഇത്ര സാധനങ്ങൾ നമുക്ക് കിട്ടും. അങ്ങനെ എന്റെ പൊതിച്ചോറിലെ തീറ്റ കഴിഞ്ഞു. അപ്പോ ഇനി അടുത്തത് എന്റെ ബിരിയാണി വിതരണമായിരുന്നു. ബിരിയാണി കഴിക്കലാണ് എന്റെ അടുത്തത്. കാരണം എന്റെ ഓൾറെഡി വയറ് ഫുള്ളായിരുന്നു. ബട്ട് ബിരിയാണിയും കൊണ്ട് ഞാനൊന്ന് ട്രൈ ചെയ്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം, കാരണം ഇവിടെ നിന്ന് ടേസ്റ്റ് ചെയ്യണല്ലോ. സോ അത് കഴിഞ്ഞു. ഇനി ഞങ്ങൾ ഡിന്നറാണ്. ഡിന്നറിലും ഞങ്ങൾ നോക്കിയില്ല, ഞങ്ങൾ നേരത്തെ തന്നെ വന്നു. സോ അത് കാരണം നമുക്ക് അധികം നീക്കി വെക്കണമെന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞ നേരത്തെ തിരക്കുണ്ട്, അത് കാരണം അവരെന്താ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എക്സ്റ്റെൻഡ് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തേക്കും കൂടെ ടേബിൾ ഇട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. കാരണം അത്രയ്ക്കും ക്രൗഡാണ് ഓരോ ദിവസങ്ങളുമായിട്ടുള്ളത്. ഈ 4 ദിവസം കൊണ്ട് ആയിട്ടുള്ളൂ ഇത് തുടങ്ങിയിട്ട്, അപ്പോഴേ ഈ തിരക്ക് വന്നു. അപ്പൊ ഞങ്ങൾ ഡിന്നറിൽ ഞങ്ങൾ ചപ്പാത്തി, വെജ് കുറുമ, പിന്നെ ഞാൻ ചപ്പാത്തിയും ചിക്കൻ കറിയും. ചിക്കൻ കറി ഞാൻ സ്പെഷ്യലായിട്ട് വാങ്ങിച്ചാണ്. സ്പെഷ്യൽ അത് 80 രൂപ തന്നെയാണ് ചിക്കൻ കറിക്ക് വരുന്നത്. പിന്നെ ചപ്പാത്തിക്ക് 10 രൂപ. 10 രൂപക്ക് 3 ചപ്പാത്തിയും കിട്ടും, പിന്നെ വെജ് കുറുമയും കിട്ടും. അതും ഓരോ ദിവസം കറികൾ മാറിക്കൊണ്ടിരിക്കും. അത് കാരണം വെജിറ്റബിൾ ആയിരിക്കും, വേറെ കറികൾ മാറിക്കൊണ്ടിരിക്കും. സോ ഇതൊക്കെയാണ് നമ്മളുടെ ഇവിടുത്തെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫുഡ്. ആക്ച്വലി 50 രൂപ ഉണ്ടെങ്കിൽ ഒരു ദിവസം ഒരാൾക്ക് മുഴുവനും, ബ്രേക്ക്ഫാസ്റ്റിന് 10, ഉച്ചയ്ക്ക് 30, രാത്രി ഈ ഡിന്നറിന് 10 റുപ്പീസ്, അങ്ങനെ മൊത്തം 50 രൂപ. സോ ഇതാണ് നമ്മളുടെ വീഡിയോ. നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. See you next video. Bye.